ഹരേ കൃഷ്ണ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തിൽ കാമമോഹിതനായ ഭഗവാൻ മഹാദേവനും മോഹിനി രൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും കൂടിച്ചേരൽ മൂലം ഉണ്ടായ ഹരിഹരപുത്രനെ മഹാദേവൻ പന്തളം രാജാവായ രാജശേഖരനു കൊടുക്കാൻ വേണ്ടി പമ്പ നദിക്കരയിൽ കിടത്തി. കുഞ്ഞുങ്ങളില്ലാതെ രാജശേഖരൻ കുഞ്ഞിനെ മണികണ്ഠൻ എന്ന് പേരിട്ട് കുഞ്ഞിനെ പന്തളം കൊട്ടാരത്തിൽ കൊണ്ടുപോയി. കുഞ്ഞുമായി വരുന്ന രാജാവിനെ കണ്ട് റാണി അത്ഭുതത്തോടെ അവർക്കടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ രാജാവ് കാട്ടിൽ വെച്ച് തനിക്ക് കുഞ്ഞിനെ കിട്ടിയ കാര്യവും അവിടെ വച്ച് ഉണ്ടായ മറ്റു കാര്യങ്ങളുമൊക്കെ രാജ്ഞിയോട് പറഞ്ഞു. മാത്രമല്ല ശ്രീ പരമേശ്വരൻ തങ്ങൾക്ക് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ദിവ്യ ശിശുവാണ് ഇതെന്നും പറഞ്ഞു. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് രാജ്ഞി കുഞ്ഞിൻ്റെ തേജസ്സുള്ള മുഖത്തേക്ക് നോക്കി. കുഞ്ഞിൻ്റെ ആ തേജസ്സുള്ള മുഖം കണ്ട് കുഞ്ഞിനെ ആവശ്യത്തോടെ വാരിയെടുത്ത് മാറോട് ചേർത്ത് പുണർന്നു. എന്നിട്ട് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: ഇങ്ങനെയൊരു കുഞ്ഞിന് വേണ്ടി നമ്മൾ എത്രമാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിനെ ഭഗവാൻ കനിഞ്ഞു നൽകിയതാണല്ലോ. ഇവനെ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും ഇവൻ നമ്മുടെ പുത്രൻ തന്നെയാണ്. ഇവനെ ഞാൻ എൻ്റെ പ്രാണനെ പോലെ വളർത്തും. അങ്ങനെ അവർ മണികണ്ഠനെ വളരെയധികം സ്നേഹിച്ചും ലാളിച്ചും സ്വന്തം പുത്രനായി തന്നെ വളർത്തി. അവരുടെ പരിചരണങ്ങളേറ്റ് കൊച്ചു കൊച്ചു കുസൃതത്തരങ്ങൾ കാട്ടി മണികണ്ഠൻ വളർന്നു. അവൻ്റെ കളികളും മറ്റും രാജാവിനെയും രാജ്ഞിയെയും മാത്രമല്ല കൊട്ടാരത്തിലുള്ള സകലരെയും സന്തോഷിപ്പിച്ചു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാജ്ഞി രാജാവിനോട് താൻ ഗർഭിണിയാണെന്നും നമുക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നുവെന്ന കാര്യം പറഞ്ഞു. ഒക്കെ മണികണ്ഠൻ കൊട്ടാരത്തിൽ കാലുകുത്തിയതു മൂലമുള്ള ഐശ്വര്യമായി അവർ കണ്ടു. അങ്ങനെ രാജ്ഞി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. രാജാവ് കുഞ്ഞിന് രാജരാജൻ എന്ന പേരിട്ടു. മണികണ്ഠൻ തനിക്ക് ഒരു കളിത്തോഴനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. മണികണ്ഠൻ തൻ്റെ അനുജനെയും അമ്മയെയും വിട്ടുമാറാതെ അവരുടെ കൂടെ തന്നെ കൂടി. കുറച്ചുനാൾ കൂടി കഴിഞ്ഞപ്പോൾ രാജശേഖരൻ മണികണ്ഠനെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി രാജഗുരുവിൻ്റെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കി. മഹാപണ്ഡിതനും വേദശാസ്ത്രങ്ങളിൽ നല്ല അറിവുള്ളവനുമായിരുന്നു ആ മുനിശ്രേഷ്ഠൻ. മണികണ്ഠനും രാജാവും ഗുരുവിനെ വന്ദിച്ചു. എന്നിട്ട് പുത്രന് ഗുരുകുല വിദ്യാഭ്യാസം നൽകാൻ ഇവിടെ ആശ്രമത്തിൽ നിർത്തണമെന്ന് രാജാവ് പറഞ്ഞു. മണികണ്ഠൻ്റെ മുഖത്തുള്ള ആ തേജസ് കണ്ടപ്പോൾ അവൻ അസാധാരണ ദിവ്യത്വമുള്ള കുട്ടിയാണെന്ന് ഗുരുവിന് മനസ്സിലായി. ഗുരു മണികണ്ഠനെ സന്തോഷത്തോടെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. മറ്റു കുട്ടികളുടെ കൂടെ ഗുരു മണികണ്ഠനെയും ഇരുത്തി വിദ്യകൾ അഭ്യസിപ്പിച്ചു. മണികണ്ഠൻ അതിസമർത്ഥമായി ഗുരു പഠിപ്പിക്കുന്ന വിദ്യകളൊക്കെ സ്വായത്തമാക്കി. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ആയുധ വിദ്യകളും ഗുരു മണികണ്ഠനെ അഭ്യസിപ്പിച്ചു. എല്ലാം വളരെ പെട്ടെന്ന് ഹൃദിസ്ഥമാക്കുന്ന അവനിൽ പ്രകടമായ അസാധാരണത്വം ഗുരു മനസ്സിലാക്കി. ഗുരുവിന് അവൻ വെറുമൊരു മനുഷ്യബാലനല്ലെന്നും അസാധാരണമായ പാണ്ഡിത്യവും ദൈവിക ശക്തിയും ഉള്ളവനാണെന്നും മനസ്സിലായി. ഇത്ര വേഗം ഈ വിദ്യകളൊക്കെ അഭ്യസിക്കാൻ ഒരു സാധാരണ മനുഷ്യന് സാധിക്കില്ലെന്നും ഇവൻ ദൈവപുത്രനാണെന്നതിൽ യാതൊരു സംശയവുമില്ലെന്നും ഗുരുവിന് മനസ്സിലായി. അങ്ങനെ ഗുരു മണികണ്ഠൻ്റെ ചെയ്തികളെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവനിലുള്ള ദൈവികത്വം മനസ്സിലാക്കാൻ
വേണ്ടിയായിരുന്നു ഗുരു ഇങ്ങനെ തീരുമാനിച്ചത്. മണികണ്ഠനെയും മറ്റു ശിഷ്യന്മാരെയും ഗുരു വിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ ഗുരുവിൻ്റെ മകനും അവിടെ വന്നിരിക്കുമായിരുന്നു. എന്നാൽ ഗുരുവിൻ്റെ പുത്രൻ ജന്മനാ തന്നെ അന്ധനും മൂകനുമായിരുന്നു. ഇതിൽ ഗുരുവിനും ഭാര്യയ്ക്കും വലിയ വിഷമമുണ്ടായിരുന്നു. മണികണ്ഠൻ ഗുരുപുത്രനെ സ്നേഹിക്കുകയും തൻ്റെ പ്രധാന തോഴനായി കാണുകയും ചെയ്തു. ഗുരുപുത്രന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും അവനെ കൂടെ കൊണ്ടു നടക്കാനും മണികണ്ഠന് വലിയ ഉത്സാഹമായിരുന്നു. അങ്ങനെ ഗുരുപുത്രൻ്റെ കണ്ണുകളും നാവും മണികണ്ഠനായി മാറി. മാത്രമല്ല, ഗുരുപുത്രൻ മണികണ്ഠനെ ജീവനുതുല്യം സ്നേഹിക്കാനും തുടങ്ങി. തൻ്റെ പുത്രനോട് ഇത്ര വാത്സല്യത്തോടുകൂടി പെരുമാറുന്ന മണികണ്ഠനോട് ഗുരുവിന് വലിയ മതിപ്പുണ്ടായി. അസാധാരണ സിദ്ധികളുള്ള മണികണ്ഠൻ അതെല്ലാം മറച്ചുവെച്ചാണ് പെരുമാറുന്നതെന്ന് ഗുരുവിന് തോന്നി. ഒരു ശിഷ്യനെ ഗുരു ഉള്ളാൽ ആദരിക്കണമെങ്കിൽ അവനിൽ തീർച്ചയായും എന്തോ അസാധാരണത്വമുണ്ടെന്ന് ഗുരുവിന് ബോധ്യപ്പെട്ടിരിക്കും. മുനിയായ ആ ഗുരു ദിവ്യദൃഷ്ടികളാൽ അവനെക്കുറിച്ച് ചിലതെല്ലാം ഗ്രഹിച്ചു. വളരെ വേഗം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മണികണ്ഠനോട് ഗുരു പറഞ്ഞു, മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി നീ എന്നിൽ നിന്നും സകല വിദ്യകളും വളരെ വേഗം അഭ്യസിച്ചു കഴിഞ്ഞു. ഇത്രയും ശ്രേഷ്ഠനായ നിന്നെ പുത്രനായി ലഭിച്ച രാജശേഖര രാജാവും രാജ്ഞിയും സുഹൃതം ചെയ്തവരാണ്. അപ്പോൾ മണികണ്ഠൻ, അങ്ങയ്ക്ക് എന്താണ് ഗുരുദക്ഷിണയായി താൻ നൽകേണ്ടത് എന്ന് ഗുരുവിനോട് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, നിന്നെപ്പോലെ ശ്രേഷ്ഠനായ ഒരു ശിഷ്യൻ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. നീ എൻ്റെ വത്സല ശിഷ്യനാണ്. നിന്റെ ഗുരുവാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിനക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുള്ളതായി എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ എൻ്റെ ജന്മന അന്ധനും മൂകനുമായ കുഞ്ഞിൻ്റെ വൈകല്യം മാറ്റിത്തരണം. ഇതാണ് നീ എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ. എന്നിട്ട് ഗുരു തൻ്റെ മകനെ മണികണ്ഠൻ്റെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. പക്ഷേ ഗുരുപുത്രൻ മണികണ്ഠൻ ആശ്രമം വിട്ടു പോകുവാണെന്നുള്ള കാര്യമറിഞ്ഞ് സങ്കടത്തോടെ കണ്ണീരൊഴുകുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മണികണ്ഠൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഇരു തോളിലും പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിയിട്ട് കണ്ണുകൾ തുടച്ചു കൊടുത്തു. അവനെ സ്നേഹപൂർവ്വം മാറോടണച്ചു. എന്നിട്ട് തൻ്റെ 2 കൈകൾ കൊണ്ടും മണികണ്ഠൻ സ്നേഹിതൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ഒരു നിമിഷം കഴിഞ്ഞ് മണികണ്ഠൻ കൈകൾ പിൻവലിച്ചപ്പോൾ ഗുരുപുത്രൻ അസ്വസ്ഥതയോടെ കണ്ണുകൾ തിരുമ്മാൻ തുടങ്ങി. കണ്ണുകൾ ചുട്ടുപൊള്ളുന്ന അവസ്ഥ. അവൻ വീണ്ടും കണ്ണുകൾ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ മണികണ്ഠൻ പറഞ്ഞു, സ്നേഹിത, കണ്ണു തുറന്ന് എന്നെ നോക്കൂ. ഇനി കണ്ണു തിരുമണ്ട, പതുക്കെ കണ്ണു തുറന്ന് നോക്കൂ എന്ന്. അവൻ കണ്ണുകൾ തുറന്നപ്പോൾ ശക്തമായ വെളിച്ചം കണ്ണിലടിച്ചു. വീണ്ടും കണ്ണുകൾ അടച്ചു. അപ്പോൾ മണികണ്ഠൻ വീണ്ടും പറഞ്ഞു, സാരമില്ല, നീ കണ്ണുകൾ തുറന്ന് എൻ്റെ നേരെ നോക്കൂ. അപ്പോൾ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കണ്ണു തുറക്കൂ. മണികണ്ഠൻ്റെ നിർബന്ധപ്രകാരം അവൻ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു. അവൻ്റെ മുഖം വികസിച്ചു. അവൻ സന്തോഷാധിക്യത്താൽ തുള്ളിച്ചാടാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഗുരു അത്ഭുതത്തോടെ മകനോട് ചോദിച്ചു, മകനെ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ അവൻ ആംഗ്യഭാഷയിൽ അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു മണികണ്ഠനോട് അവൻ്റെ സംസാരത്തിലുള്ള വൈകല്യം കൂടി മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മണികണ്ഠൻ ഗുരുപുത്രനോട് പറഞ്ഞു, ഇനി എൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നത് പോലെ പറയൂ. എന്നിട്ട് മണികണ്ഠൻ ഓം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാൻ ശ്രമിച്ചു. ആദ്യം ശബ്ദം പുറത്തു വന്നില്ലെങ്കിലും മണികണ്ഠൻ്റെ പ്രേരണ നിമിത്തം ആവർത്തിച്ചു ശ്രമിച്ചപ്പോൾ ആ മൂകനായ ഗുരുപുത്രൻ്റെ വായിൽ നിന്നും ഓം എന്ന ശബ്ദം പുറത്തേക്ക് വന്നു. അത്ര സ്ഫുടമായിട്ടല്ലെങ്കിലും അവൻ ഓം എന്നു പറയുന്നുണ്ടായിരുന്നു.
വീണ്ടും മണികണ്ഠൻ പറഞ്ഞു, ഓം നമ ശിവായ എന്ന് പറയാൻ പറഞ്ഞു. ബുദ്ധിമുട്ടിയാണെങ്കിലും ഗുരുപുത്രൻ ആ വാക്ക് ആദ്യം വികലമായിട്ടും പിന്നെ കൃത്യമായും ഉച്ചരിച്ചു. അപ്പോൾ മണികണ്ഠൻ അവനെക്കൊണ്ട് ഓം നമോ നാരായണായ എന്ന് പറയിപ്പിച്ചു. അതും ആ ബാലൻ അത്രയധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഉച്ചരിച്ചു. പിന്നെ ഗുരുപുത്രൻ സന്തോഷത്തോടെ, മണികണ്ഠ, എനിക്കിപ്പോൾ സംസാരിക്കാനും കാണാനും കഴിയുന്നു. എല്ലാം അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം. അച്ഛാ, മണികണ്ഠൻ എൻ്റെ എല്ലാ വൈകല്യങ്ങളും മാറ്റിത്തന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ആ വൃദ്ധനായ മുനിശ്രേഷ്ഠൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഓടിച്ചെന്ന് മണികണ്ഠനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ മണികണ്ഠ, ഇതിൽ കൂടുതൽ എന്തു ഗുരുദക്ഷിണയാണ് നീ എനിക്ക് തരാനുള്ളത്? ഇതിലും വലിയ ഗുരുദക്ഷിണ ആർക്കാണ് നൽകാൻ കഴിയുക? എൻ്റെ പുത്രന് പുതുജീവൻ നൽകിയിരിക്കുകയല്ലേ. ഗുരുവര്യൻ മണികണ്ഠനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ശ്രീധർമ്മശാസ്താവാണെന്ന് ഞാൻ അറിയുന്നു. ഹരിഹരപുത്രൻ്റെ ജനനരഹസ്യം നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ മണികണ്ഠനാണ് ദിവ്യാവതാരമായ ശാസ്താവെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ഇത് പരീക്ഷിച്ചറിയാൻ കൂടിയാണ് എൻ്റെ പുത്രനെ അങ്ങയുടെ മുമ്പിലേക്ക് നീക്കി നിർത്തിയത്. കാരുണ്യമൂർത്തിയായ ശാസ്താവേ, എൻ്റെ പുത്രൻ്റെ വൈകല്യം മാറ്റിയതിൽ കൂടുതൽ എന്തു സഹായമാണ് എനിക്ക് ചെയ്തു തരേണ്ടത്? അങ്ങയുടെ അനുഗ്രഹം ഇനിയും ഉണ്ടാവേണം ഭഗവാനെ. ഗുരു അവിടുന്ന് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ തന്നെ നൽകി അങ്ങയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എൻ്റെ ചങ്ങാതിയുടെ വൈകല്യം മാറ്റണമെന്ന് മുന്നേ ഞാൻ നിശ്ചയിച്ചിരുന്നതാണ്. മണികണ്ഠൻ മന്ദഹസിച്ചു. ശാസ്താവേ, അവിടുത്തെ ജനനരഹസ്യം ഞാൻ അറിഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണോ? ഗുരുനാഥൻ ചോദിച്ചു. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു, അവിടുന്ന് അറിഞ്ഞത് സത്യം തന്നെയാണ്. ആ വിവരം രഹസ്യമായി സൂക്ഷിക്കണം. എൻ്റെ ജനന രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. ഇനി എന്നെ പോകാൻ അനുവദിച്ചാലും. മണികണ്ഠൻ ഗുരുവിനെ പ്രദക്ഷിണം ചെയ്തു വണങ്ങി. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ഗുരുവിനോടും ഗുരുപുത്രനോടും യാത്ര പറഞ്ഞ് മണികണ്ഠൻ പന്തളം കൊട്ടാരത്തിലേക്ക് മടങ്ങി. സ്വാമിയേ ശരണമയ്യപ്പ.